നമസ്കാരം. അംചിമ്പിടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. മഹാരാഷ്ട്രയിലെ ഏറ്റവും പുതിയ വാർത്തകൾ, ഏറ്റവും പുതിയ വിശേഷങ്ങളുമായി എല്ലാ ശനിയാഴ്ച വൈകിട്ട് 4:30 കൈലി ന്യൂസിൽ. പ്രധാന വാർത്തകൾ. കേരള സംസ്ഥാന വികസന വിഷയത്തിൽ മുംബൈയിലെ മലയാളി സമൂഹം സജീവമായി ചർച്ച നടത്തിയ ശ്രദ്ധേയവേദിയായി മീര ഭായിന്ദർ സംഘടിപ്പിച്ച സംവാദം. വിവിധ രാഷ്ട്രീയ പാർട്ടികളും സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖരും പങ്കെടുത്തു. മലയാള ഭാഷാ പ്രചരണ സംഘം മീര ഭായിന്ദർ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കേരള സംസ്ഥാന വികസനം മുംബൈ മലയാളിയുടെ കാഴ്ചപ്പാടെന്ന വിഷയത്തിൽ ചർച്ച നടന്നു. MPCC ജനറൽ സെക്രട്ടറി ജോജോ തോമസ്, CPIM മുംബൈ ജില്ലാ കമ്മിറ്റി അംഗം KK പ്രകാശൻ, BJP സൗത്ത് ഇന്ത്യൻ സെൽ ഉപാധ്യക്ഷൻ രമേശ് കിലംബോലി, ഷിൻഡെ ശിവസേന കേരള സെൽ മഹാരാഷ്ട്ര സംസ്ഥാന അധ്യക്ഷൻ ശ്രീകാന്ത് നായർ, മലയാളം മിഷൻ മുംബൈ ചാപ്റ്റർ പ്രസിഡന്റ് RD ഹരികുമാർ എന്നിവരടങ്ങുന്ന പാനലാണ് ചർച്ചയിൽ പങ്കെടുത്തത്. കേരളത്തിൽ പട്ടിണിക്കാരില്ല എന്ന് പറയുന്നു ഇല്ലേ? അത് നമുക്കൊക്കെ അഭിമാനം നൽകുന്നതാണ്. ഒരു കാലഘട്ടത്തിൽ നമ്മൾ പറയുമായിരുന്നു, കേരളത്തിൽ നോക്ക് 100% സാക്ഷരതയുള്ള നാടാണ് കേരളം. ഇപ്പോൾ നമ്മൾ വെറും പാലങ്ങളും കെട്ടിടങ്ങളും മാത്രം കൊണ്ടുവരുന്ന ഒരു വികസനമല്ലെന്ന് കേരളത്തിന് ആവശ്യം. അവിടെ ഫാക്ടറികൾ വരുമ്പോൾ നമുക്ക് ചേർന്ന് നിൽക്കുന്ന, പരിസ്ഥിതിയോട് ചേർന്ന് നിൽക്കുന്ന സംവിധാനങ്ങൾ ഉണ്ടാവണം. കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ വെക്കുന്ന ലക്ഷ്യം അതുപോലെയുള്ള ഉന്നത വികസിത രാഷ്ട്രങ്ങളുടെ നിലവാരത്തിലേക്കല്ലെങ്കിലും ഒരു മധ്യവരുമാനമുള്ള ലോകരാഷ്ട്രങ്ങളുടെ നിലവാരത്തിലേക്ക് കേരള സംസ്ഥാനത്തിലെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തിക്കൊണ്ടുവരാൻ ആവശ്യമായ ബോധപൂർവമായ നീക്കങ്ങൾക്കാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതൃത്വം കൊടുക്കാൻ. ഒന്ന് ഇടതുപക്ഷം നേതൃത്വം കൊടുക്കുന്ന സർക്കാരും, രണ്ട് കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന സർക്കാരുകളും. അങ്ങനെയാണ് കേരളത്തിൽ ഇതുവരെ ഭരണം ഉണ്ടായിട്ടുള്ളത്. തീർച്ചയായിട്ടും കേരളത്തിന്റെ എന്തെങ്കിലും വികസനം ഉണ്ടായിട്ടുണ്ടെങ്കിലും ഏതെങ്കിലും പരാജയം ഉണ്ടായിട്ടുണ്ടെങ്കിലും അതിന് പൂർണ്ണമായ കാരണക്കാർ ഈ രണ്ട് മുന്നണികളും ഈ രണ്ട് ഭരണ വ്യവസ്ഥയും തന്നെയാണ്. ഇനി ഏത് രീതിയിൽ വികസിപ്പിക്കണം, ഏത് തരത്തിലുള്ള വികസനമാണ് ഇപ്പോൾ കേരളത്തിന് ആവശ്യമെന്ന് വ്യക്തമായ കാഴ്ചപ്പാടുള്ള എക്സ്പെർട്ടീസുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും കേരളത്തെ പഠിക്കുവാനായിട്ട് ഇപ്പോഴും സംസ്ഥാനത്ത് നിന്ന് പ്രതിനിധികൾ, മറ്റ് ഭരണകർത്താക്കൾ കേരളത്തിൽ പോകുന്നുണ്ട്, കേരളത്തെ മാതൃകയാക്കാൻ പോകുന്നുണ്ട്. അങ്ങനൊരു കേരളത്തിൻ്റെ ഒരു പുത്രനാണ് ഞാനെന്ന് പറയുന്നത് എനിക്ക് അഭിമാനം ഇന്നുണ്ട്. മലയാളം മിഷൻ പ്രവർത്തനങ്ങൾ ഇവിടെ പ്രിയപ്പെട്ട ജോജോ പറയുകയുണ്ടായി. മലയാളം മിഷൻ പ്രവർത്തനങ്ങളെ കുറിച്ച് സൂചിപ്പിക്കും. മലയാളം മിഷൻ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ട് 15 വർഷത്തോളമായി. ആദ്യമായി മലയാളം മിഷൻ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്ന ആൾക്കാർ IP സജി സുദ്ദീഖ്, ഫാറൂഖ് ആലത്തൂർ, ബാബുരാജ് തുടങ്ങിയ നിരവധി പ്രമുഖർ ചർച്ചയിൽ പങ്കാളികളായി. ഡോക്ടർ വിവേകാനന്ദൻ മോഡറേറ്ററായിരുന്നു. കേരള സംസ്ഥാന രൂപീകരണത്തിന് ശേഷം കടന്നുപോയ വികസന പാതയും ഇന്നത്തെ വെല്ലുവിളികളും ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ ഉയർന്നു. ടൂറിസം വികസനത്തിൽ മുന്നിൽ നിൽക്കുന്ന കേരളം അടിസ്ഥാന സൗകര്യ വികസനത്തിൽ കൂടുതൽ ശ്രദ്ധ നൽകേണ്ടതുണ്ടെന്ന അഭിപ്രായം പങ്കുവയ്ക്കപ്പെട്ടു. കേരളത്തിന്റെ വികസനത്തിനായി കേന്ദ്ര സംസ്ഥാന ഏകോപനം വളരെ പ്രധാനമാണ്. അതിലൂടെ വലിയ പദ്ധതികൾ വേഗത്തിൽ നടപ്പാക്കാൻ കഴിയും. പ്രവാസി മലയാളികളുടെ പങ്കും ചർച്ചയിൽ പ്രധാന വിഷയമായി. നിക്ഷേപ സാധ്യതകളും നോർക്കയും ലോക കേരള സഭയും വഴി ലഭിക്കുന്ന അവസരങ്ങളും വിശദമായി അവതരിപ്പിച്ചു. പ്രവാസികൾ കേരളത്തിന്റെ വികസനത്തിൽ വലിയ പങ്ക് വഹിക്കുന്നവരാണ്. അതിനായി കൂടുതൽ ഫലപ്രദമായ പദ്ധതികളും ഇടപെടലുകളും ആവശ്യമുണ്ട്. മലയാള ഭാഷയും സംസ്കാരവും സംരക്ഷിക്കുന്നതിൽ മലയാളം മിഷൻ നടത്തുന്ന പ്രവർത്തനങ്ങളും ചർച്ച ചെയ്തു. സാമൂഹ്യ രംഗത്തെ പ്രവർത്തകരും സാധാരണ പ്രവാസി മലയാളികളും ഒരുമിച്ച് പങ്കെടുത്ത സംവാദം ആരോഗ്യകരമായ ചർച്ചാ സംസ്കാരത്തിന്റെ ഉദാഹരണമായി മാറി. കേരളം തിരഞ്ഞെടുപ്പ് ചൂടിലാകുമ്പോൾ അതിന്റെ അലയൊലികൾ മുംബൈയിലും ശക്തമാണ്. ലോക്കൽ ട്രെയിനുകളിൽ നിന്ന് പ്രവാസി കൂട്ടായ്മകളിലേക്ക് വിശകലനങ്ങളും പ്രവചനങ്ങളും നിറഞ്ഞ രാഷ്ട്രീയ ചർച്ചകളിലാണ് മുംബൈ മലയാളികൾ. കേരളം തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ആവേശത്തിലേക്ക് കടക്കുമ്പോൾ മുംബൈ മലയാളികളും അതേ ആവേശത്തിൽ സജീവമാണ്. പ്രവാസികളെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് മുംബൈയെ സംബന്ധിച്ചിടത്തോളം, ഇവിടെ മുംബൈയിൽ ഇലക്ഷൻ വരുന്നു, ആരാണ് നിൽക്കുന്നത്, ആരാണ് സ്ഥാനാർത്ഥി, ചുവരെഴുത്തില്ല, ഫ്ലെക്സ് ഇല്ല, ഒന്നുമില്ല. പക്ഷേ കേരളത്തിൽ അതല്ല സ്ഥിതി. കേരളത്തിൽ ഓരോ സ്ഥാനാർത്ഥിയെക്കുറിച്ച് അവിടുത്തെ ചെറിയ LKG കുട്ടിക്കടക്കം കൃത്യമായ കണക്കുകൂട്ടലുകളും കൃത്യമായ വിവരങ്ങളും ഉണ്ട്. അവിടുത്തെ ഇലക്ഷൻ എന്ന് പറഞ്ഞു വെച്ചാൽ പ്രവാസികളായ മലയാളികൾക്കും അതൊരു വികാരമാണ്. നഗരത്തിലെ ലോക്കൽ ട്രെയിനുകളിലാണ് ഇപ്പോൾ നാട്ടിലെ തെരഞ്ഞെടുപ്പ് വാർത്തകളും രാഷ്ട്രീയ കണക്കുകൂട്ടലുകളും പ്രധാന ചർച്ചാ വിഷയമാകുന്നത്. കേരളത്തിന്റെ ഒരു വികസന സങ്കല്പത്തിലുള്ള ഒരു മാറ്റം എന്ന് പറയുന്നത് അടിസ്ഥാന മേഖലകളിൽ നിൽക്കുന്ന ഒരു പ്രാധാന്യമാണ്. അതിനാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ കുറച്ച് അഭിമുഖങ്ങളിൽ തന്നെ അദ്ദേഹം പ്രധാനമായിട്ട് എടുത്തു പറഞ്ഞു, കഴിഞ്ഞ 5 വർഷത്തെ ഒരു നേട്ടം എന്ന രീതിയിൽ എടുത്തു പറഞ്ഞത് അതിദാരിദ്ര്യം വിമുക്തമായി എന്നുള്ളതാണ്. അപ്പോൾ എന്തിനാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത് എന്നുള്ളതാണ്. ഗെയിൽ പദ്ധതിയും അതുപോലെ തന്നെ മലയോര ഹൈവേയും അതുപോലെ തന്നെ വിഴിഞ്ഞം പദ്ധതികളൊക്കെ തന്നെ യാഥാർത്ഥ്യമാകുമ്പോൾ തന്നെ അതിനോടൊപ്പം തന്നെ അല്ലെങ്കിൽ അതിനേക്കാളും ഒരുപടി മുന്നിൽ നമ്മുടെ ഒരു പ്രാധാന്യം എന്നുള്ള രീതിയിൽ
സർക്കാർ കാണുന്നത് അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിതമാണ് എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം. ദിവസവും ട്രെയിൻ യാത്ര ചെയ്യുന്ന മലയാളി സംഘങ്ങളിൽ രാഷ്ട്രീയം, സിനിമ, സാഹിത്യം തുടങ്ങി പല വിഷയങ്ങളും ചർച്ചയാകാറുണ്ട്. നമ്മുടെ ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എല്ലാ പൗരാവകാശങ്ങളും ഭരണഘടനാ മൂല്യങ്ങളിലും സാർവത്രികമായി എല്ലാവരിലും എത്തിക്കുക എന്നുള്ളതും അത് സംരക്ഷിക്കുക എന്നുള്ളതും ഒരു ഗവൺമെൻറ്റിൻ്റെ കർത്തവ്യമായി ഏറ്റെടുത്തുകൊണ്ട് നടപ്പിലാക്കി വരുന്നത് വളരെയധികം ആശ്വാസകരമാണ്. നഗരത്തിൽ 4 മലയാളികൾ കൂടിയാൽ ഇന്ന് പ്രധാന വിഷയം നാട്ടിലെ തിരഞ്ഞെടുപ്പാണ്. നാട്ടിൽ നടക്കുന്ന ഇന്നത്തെ വികസനം, ഹോസ്പിറ്റലുകൾ, റോഡുകൾ, സ്കൂളുകൾ എല്ലാം ഏറ്റവും ലോകാന്തര നിലവാരത്തിൽ. പ്രവാസികൾക്കായി നടപ്പാക്കിയ നോർക്ക ആരോഗ്യ പദ്ധതി, സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ, ക്ഷേമ പെൻഷനുകൾ സർക്കാർ നേട്ടങ്ങളായി ഉയർത്തിക്കാട്ടപ്പെടുന്നു. 3ാം വട്ടം വരണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാര്യം എൻ്റേതായ ഒരു ആഗ്രഹം, ഞാനൊരു മറുനാടൻ മലയാളി ആയതുകൊണ്ട് നമുക്കിപ്പോൾ പ്രവാസി കാർഡുകൾ വളരെയധികം ഗുണമുണ്ട്. ഇപ്പോൾ 1 കോടി വരെ ഇൻഷുറൻസ് ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് എനിക്ക് അടുത്തുള്ള ഒട്ടനവധി ആൾക്കാർക്ക് ഇതിൽ നിന്ന് ഗുണം കിട്ടിക്കഴിഞ്ഞുള്ളതാണ്. നോർക്ക ആരോഗ്യ പദ്ധതി പോലുള്ള കാര്യങ്ങൾ പ്രവാസികൾക്ക് വലിയ സഹായമാണ്. ഈ സൽഭരണം തുടരുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണുള്ളത്. കാരണം പ്രവാസികൾക്ക് വേണ്ടി വളരെയധികം ക്ഷേമ പ്രവർത്തനങ്ങൾ ഈ ഇടത് സർക്കാർ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 10 വർഷത്തിനിടെ നോർക്കയുടെ ആരോഗ്യ ഇൻഷുറൻസ്, നോർക്കയുടെ മറ്റ് ക്ഷേമ പെൻഷനുകൾ, ഇതെല്ലാം നമ്മുടെ പല ജനങ്ങളും പല മെമ്പേഴ്സും ഇവിടെ തന്നെ അവൈൽ ചെയ്യുന്നുണ്ട്. കേരളം തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കിടക്കുമ്പോൾ വികസനവും ക്ഷേമ പദ്ധതികളും പ്രധാന ചർച്ചയാകുന്നു. നാളെ മറ്റ് വികസനങ്ങളൊക്കെ നടക്കുമ്പോൾ തന്നെ അവിടുത്തെ സാധാരണക്കാരനായിട്ടുള്ള ജനങ്ങൾ പട്ടിണി കിടക്കുന്നില്ല, അവൻ്റെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ആരോഗ്യം ആയിക്കോട്ടെ, അതുപോലെ തന്നെ വിദ്യാഭ്യാസം ആയിക്കോട്ടെ, ഇത്തരത്തിലുള്ള മേഖലകളൊക്കെ തന്നെ ലോകോത്തരമായ മാതൃകകളിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള നിരന്തരമായ ശ്രമം നടത്തുന്നു എന്നുള്ളതാണ് കേരള സർക്കാർ കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് നടത്തിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യമെന്നാണ്. മലയാളം മിഷൻ വഴി ഭാഷയും സംസ്കാരവും മറുനാടൻ മലയാളികളിലേക്ക് എത്തിക്കുന്ന ശ്രമങ്ങളും ശ്രദ്ധ നേടുന്നു. മലയാളം മിഷൻ പോലെയുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുകയും അതിൻ്റെ ഗുണം ആ തലമുറയ്ക്ക് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. മലയാളം മിഷൻ എന്ന് പറയുന്ന പ്രവർത്തനം എല്ലായിടത്തും ഉണ്ട്. അതുപോലെ മുംബൈയിലും ഞങ്ങൾ മുംബൈ ചാപ്റ്ററിലെ ഒരു വ്യക്തിയാണ് ഞാനും. മലയാള മിഷനിൽ പഠിച്ച കുട്ടികൾ കേരളമായിട്ടുള്ള പിറന്ന നാടുമായിട്ടുള്ള ഒരു ബന്ധം നിലനിർത്താൻ അങ്ങനെ ഒരു പൊക്കിൾ കൂടിയായിട്ട് അത് പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ളതാണ്. അത് അഴിമതിരഹിത ഭരണം എന്ന വാഗ്ദാനം ശക്തമായ ചർച്ചയായി തുടരുന്നു. വികസനവും ക്ഷേമവും സുതാര്യതയും ഈ 3 ഘടകങ്ങൾക്കിടയിൽ തന്നെയാണ് ഇത്തവണ വോട്ടർമാരുടെ അന്തിമ വിധി. അതേസമയം വിവിധ രാഷ്ട്രീയ പാർട്ടികളെ അനുകൂലിക്കുന്ന പ്രവർത്തകർ പ്രചാരണത്തിനായി കേരളത്തിലേക്ക് പോകുന്നതും നാട്ടിലെ തെരഞ്ഞെടുപ്പ് ചൂട് മുംബൈയിലെ മലയാളി ജീവിതത്തെയും ആവേശഭരിതമാക്കുകയാണ്. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം കാണാം മഹാരാഷ്ട്രയിലെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും. എന്നോടൊന്നും പറഞ്ഞിരുന്നില്ല, എനിക്കറിയില്ലായിരുന്നു. ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഉണ്ട് ഞങ്ങൾക്ക് ലോണൊക്കെ, പക്ഷെ ഇതിനെക്കുറിച്ച് എന്നോടൊന്നും പറഞ്ഞില്ല.